അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി റോട്ടിലൊരു തേങ്ങ ഇതാണ് ഞങ്ങ പറഞ്ഞ പുഴ. അതെ, അപ്പോൾ പറഞ്ഞ പോലെ നമ്മളുടെ മൂന്നാംകടവ് പുഴയിൽ വെള്ളം നിറഞ്ഞോ ഇല്ലയോ, നമ്മളുടെ പുഴ എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്നതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. വെയിലൊക്കെ കാരണം വെള്ളമൊക്കെ വറ്റിയിട്ട് ഫുള്ള് പാറയൊക്കെ കാണുന്ന രീതിയിലാണ് ഉണ്ടായത്. ഇപ്പോൾ 2-3 ദിവസത്തെ അടുപ്പിച്ചുള്ളൊരു മഴയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വൈകുന്നേരം ഇറങ്ങിയത് കേട്ടോ. അപ്പം അങ്ങനെ കണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ സർവകലാശാലയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ആ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അപ്പം എനിക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ എനിക്ക് സത്യമായിട്ടും ഒരു പേടി പോലെ ആയിട്ടാണ്. കാരണം ഉള്ളിലോട്ടല്ലേ, കാരണം വെള്ളത്തിൻ്റെ അടുക്ക് അങ്ങനെയല്ലേ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്കൊരു എന്തോ പേടിയൊക്കെ ആയി. അപ്പോൾ അവിടെ ഒരു ആടിൻ്റെ കുഞ്ഞിനെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ മനുഷ്യന്മാരെല്ലാം വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു ചെറിയൊരു പേടി മാറിയിട്ടാണ് അവിടെ അങ്ങനെ കണ്ടിട്ടാകുമ്പോൾ. എന്നാലും കുറച്ചൊരു ഇരുട്ട് പോലെ, മീൻസ് വെളിച്ചമൊന്നും ഇല്ലാണ്ട് മഴമേഘം കെട്ടിയിട്ട് ഒരു ഇരുട്ട് പോലെ ആയതുകൊണ്ട് എനിക്കെന്തോ ആദ്യം കുറച്ച് പേടി ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടനും കുഞ്ഞിലുണ്ടായതുകൊണ്ട് അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾക്കുള്ള എവിടെയെങ്കിലും ആയിട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഇതായാലും ശരി, യാത്ര പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അതിൽ. പക്ഷേ ഇടയ്ക്കാണെങ്കിൽ ഞാൻ നേരെ ഓപ്പോസിറ്റ്, എനിക്ക് യാത്ര പോകാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്കിങ്ങനെ തുറസ്സായിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം. എനിക്കിങ്ങനെ നിഗൂഢതകളിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഒരു പേടി. എനിക്കത് ഇഷ്ടമില്ല. എനിക്കത് വലിയൊരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്കിങ്ങനെ തുറസ്സായിട്ടുള്ള, മീൻസ് ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്ത് പോകാനാണ് എനിക്കിഷ്ടം. ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ പോകാൻ എനിക്ക് ബേസിക്കലി എനിക്കിഷ്ടം അല്ല. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പൈപ്പ് ലൈൻസും കാര്യങ്ങളൊക്കെ. ആരും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ. ഇങ്ങനെ എന്താ പറയുക, ജനറേറ്ററോ ടർബൈനോ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങി.